ദത്ത, നിന്റെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന് വെളിയിൽ അവർ വന്ന കരച്ചിലായിരുന്ന ദീക്ഷിത് കുറച്ച് മറന്ന് എന്തോ ആലോചിക്കുന്ന ദത്തനോട് ചോദിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ദത്തന്റെ അടുക്കളിൽ നിന്ന് മൗനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീക്ഷിത്തിന്റെ ചോദ്യം ദത്തൻ കേട്ടില്ല എന്നവന് മനസ്സിലായി. ദീക്ഷിത് കാറിലെ സീറ്റിൽ കിടന്ന് റിങ് ചെയ്യുന്ന ദത്തന്റെ ഫോൺ എടുത്ത് അവനോട് ചെന്ന് അവന് തട്ടി വിളിച്ചു. ദത്ത, നീ ഇങ്ങനെ തളരാതെ. നിന്റെ ദേശം നിന്നെ വേഗം തന്നെ തിരിച്ചറിയും. എന്റെ കുഞ്ഞി പെങ്ങൾ, അവള് എനിക്കും ജീവനല്ലടാ. അവൾ എന്നെ നോക്കിയ നോട്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുക. ദീക്ഷിത് വിഷമത്തോടെ പറഞ്ഞു. എടാ ദീക്ഷിതേ, അവൾക്ക് ശരിക്കും ഓർമ്മ വരാത്തതാണോ അതോ അവൾ അങ്ങനെ നടിക്കുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട്. ദത്തൻ മനസ്സിലെന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. ദത്ത, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? അവൾ എന്തിനാ ഓർമ്മ വന്നിട്ടും അങ്ങനെ നടിക്കുന്നേ? ദീക്ഷിത് സംശയപരമായി ചോദിച്ചു. അത് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ടടാ. അത് കണ്ടെത്തിയാലേ ഇതിനൊക്കെയുള്ള ഉത്തരം ലഭിക്കൂ. ദത്തൻ ആലോചനയോടെ പറഞ്ഞു. ദത്ത, ദേ പിന്നെ നിന്റെ ഫോൺ റിങ് ചെയ്തു. അത്യാവശ്യക്കാരാണെന്ന് തോന്നും. രാജീവ് എന്ന പേര് കാണിക്കുന്നത്. ആ പേര് കേൾക്കുകയും ദത്തൻ ദീക്ഷിതിന്റെ കയ്യിൽ നിന്ന് ഫോൺ പെട്ടെന്ന് വാങ്ങി അവനിൽ നിന്ന് കുറച്ച് മാറുന്ന കോൾ കണക്ട് ചെയ്തു. രാജീവേ, എന്തായി കാര്യം? ആ പനനെ പൊക്കിയോ? അവൻ വരതും പറഞ്ഞോ? ദത്തൻ വെപ്രാളത്തോടെ ചോദിച്ചു. ആ ദത്തൻ സാറേ, ഞങ്ങൾ അവനെ പൊക്കി. ഒരു ഗോഡൌണിൽ നിന്നാണ് പൊക്കിയത്. അത് പറയാനാ ഞാൻ വൈകിട്ട് തൊട്ട് സാറിനെ വിളിക്കുന്നത്. ഞാൻ അല്പം തിരക്കിലായിരുന്നു രാജീവേ. എന്റെ ഫോൺ വണ്ടിയിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത്. അതാ തന്റെ കോൾ കാണാതിരുന്നത്. പിന്നെ രാജീവേ, ആ പനൻ എന്റെ ആദിയെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? അവനറിയാമോ? അവനല്ലാതെ മറ്റു ശത്രുക്കളൊന്നും ആദിക്കില്ല. ആ സാർ, ആദി സാറിനെ ഞങ്ങൾ ഈ ഗോഡൌണിൽ തന്നെ കണ്ടെത്തി. പക്ഷെ സാറിന്റെ നില ഗുരുതരമാണ്. നട്ടില് പകുതി തകർന്ന അവസ്ഥയിലാണ് ആദി സാർ. നോ, എന്റെ ആദി, അവനെന്താ സംഭവിച്ചത്? ആ മോനെ വെറുതെ വിടലേ രാജീവേ. എന്റെ ആദ്യം അറിഞ്ഞ വേദന അവനും അറിയണം. ദത്തൻ വിഷമത്താലും ദേഷ്യത്താലും അലറി. ദത്തന്റെ ശബ്ദം കേട്ട് ദീക്ഷിത് അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പോ എന്റെ ആദ്യം നിങ്ങൾ എവിടാ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ഉടനെ വരാം. എനിക്ക് എന്റെ ആദ്യം കാണണം. അത് ആദി സാറിനെ ഇവിടെ അടുത്തുള്ള KM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതാണ് ആദി സാറിന് ജീവനുണ്ടെന്നേ ഉള്ളൂ. ശരീരം പാതി ചലനമറ്റതാണെന്ന് അവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. രാജീവിന്റെ വാക്കുകൾ ദത്തനിൽ ഒരേ സമയം തന്റെ സുഹൃത്തിന്റെ അവസ്ഥ ഓർത്ത് സങ്കടവും അവൻ ഈ അവസ്ഥയിൽ എത്തിച്ച വിഷ്ണുവിനെ കൊല്ലാനുള്ള ദേഷ്യവും തോന്നി. ആ രാജീവെ, ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും അവിടെ ഞാൻ എത്തും. കോൾ കട്ടാക്കി തിരിഞ്ഞ് ദത്തൻ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ദീക്ഷിതിനെയാണ്. എന്താ ദത്ത, ആരാ രാജീവ്? നിങ്ങൾ ആരെപ്പറ്റിയാ സംസാരിച്ചേ? നീ ഇപ്പോ എവിടെ പോകുന്ന കാര്യമായി പറഞ്ഞത്? അത് ദീക്ഷിത്തെ, നീ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനെല്ലാം നിന്നോട് പറയാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായി എറണാകുളത്ത് എത്തണം. ഇപ്പൊ തിരിച്ചറിഞ്ഞ് നാളെ പുലർച്ചെ അവിടെ എത്തും. അവിടെ നിന്നും വന്നിട്ട് ഞാൻ നിന്നോടെല്ലാം പറയാം. ദത്ത, മതി. എനിക്കിനി കാര്യമൊന്നും അറിയാതെ പൊട്ടനായിട്ട് നിൽക്കാൻ പറ്റില്ല. നീ എന്നോടെല്ലാം പറയാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. സ്വന്തം പെങ്ങൾ തന്നെ തിരിച്ചറിയാതെ വേറെ ഏതോ നാട്ടിൽ ആരുടെയോ മകളായി കഴിയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും നീ എന്നോട് പോലും ഒന്നും പറയാതെ നടന്നില്ലേ ദത്ത? ഇന്ന് നീ ഇനി എല്ലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ദീക്ഷിത് ദേഷ്യത്തോടെ പറഞ്ഞു. ദീക്ഷിതിന്റെ വാക്കുകളെ വേദനയും രോക്ഷവും ദത്തന് മനസ്സിലായി. ഇനിയെല്ലാം ദീക്ഷിതും അറിയണമെന്ന് ദത്തന്റെ മനസ്സും പറഞ്ഞു. എടാ, ഇപ്പൊ ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ ആദിയെ കാണാനാ. ആദിയെയോ? അവനിപ്പോ എറണാകുളത്താണോ? എടാ, അവനെ ആ പന്നമോൻ വിഷ്ണു അപകടപ്പെടുത്തി. അവന്റെ എറണാകുളത്തെ ഗോഡൌണിൽ പൂട്ടിട്ടേക്കുമായിരുന്നു. അവനിപ്പോ എന്റെ ആൾക്കാർ കണ്ടെത്തി. അപ്പം ആ പനനെയും പൊക്കിയിട്ടുണ്ട്. എന്റെ ആദ്യം അനുഭവിച്ചെല്ലാം അവനും അറിയണം. അവനെ ഞാൻ വെറുതെ വിടില്ല. ദത്തൻ ആദ്യം വിഷമത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവസാനം വിഷ്ണുവിനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു അവന്റെ സ്വരത്തിൽ നിറഞ്ഞത്. എടാ ദത്ത, നമ്മുടെ ആദി അവനെ അപകടപ്പെടുത്തിയെന്നോ? എല്ലാരും കൂടി നമ്മുടെ ആദിയെക്കുറിച്ചും ദച്ചുവിനെക്കുറിച്ചും എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. നമ്മുടെ ആദിക്ക് അപകടമുണ്ടാക്കിയ ആ തെണ്ടിയെ കൊല്ലണം ദത്ത. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ദീക്ഷിത്. അപ്പോ ഇവിടെ ദത്ത, ഇവിടെ ദച്ചു ഒറ്റയ്ക്കല്ലേ? അവളിവിടെ സേഫാണ് ദീക്ഷ. അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ശിവറാം സാറിന്റെ അടുത്തല്ലേ അവളുള്ളത്? നമുക്ക് സാറിനോട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കണം. ദത്തേട്ടനും ദീക്ഷേട്ടനും ഒത്തിരി സങ്കടമായി കാണും. ഞാൻ തിരിച്ചറിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കും വിഷമമായി കാണും. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഓർമ്മ വന്നെന്നറിഞ്ഞാൽ എന്നെയും കൊണ്ട് നാട്ടിൽ പോകും. പിന്നെ എല്ലാ സത്യങ്ങളും ദത്തേട്ടൻ അറിയും. അങ്ങനെ അറിഞ്ഞാൽ എന്നെ ഒരിക്കലും ദത്തേട്ടൻ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്വന്തമാക്കും. അതുണ്ടായിക്കൂടാ. എനിക്ക് ദത്തേട്ടന് ജീവൻ തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ എനിക്ക് പഴയതൊന്നും അറിയാത്തതായി തന്നെ എല്ലാവരും വിചാരിച്ചാൽ മതി. ദക്ഷ തന്റെ മനസ്സിൽ നീറുന്നുണ്ടെങ്കിലും അതുള്ളിൽ ഒതുക്കി ഉറച്ച തീരുമാനമെടുത്തു. അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം. ഇല്ലെങ്കിൽ പൊന്നു മോനെ, നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നേ? നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആ
അതൊക്കെ പൊന്നുമോൻ ഉടനെ അറിയും. നീ ഇവിടെ അടങ്ങിക്കിടക്ക്, നിനക്കുള്ള സമ്മാനം ഇപ്പോൾ എത്തും. യാത്ര പറയാനായിട്ട് ദത്തനും ദീക്ഷിതും ശിവറാമിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് കയറി. അവരെ കണ്ട് എന്തു പറയണമെന്നറിയാതെ ശിവറാം അവിടെ അരികിലേക്ക് വന്നു. സാർ, എന്റെ ദച്ചു, അവൾ എന്തെങ്കിലും സംസാരിച്ചോ? ദത്തൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് നിസ്സഹതയോടെ ശിവറാം ദത്തനെ നോക്കി പറഞ്ഞു. ഞാൻ തന്നോട് ഇപ്പോ എന്താ പറയുക ദത്ത? അവൾ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയാൻ വേദനയുണ്ട്. താൻ വിഷമിക്കാതെ, അവൾ നിങ്ങളെ ഉടനെ തിരിച്ചറിയും. ഡോക്ടറും അത് തന്നെയാ പറഞ്ഞത്. അവളുടെ മൈൻഡ് ഇപ്പോൾ സംഘർഷങ്ങളൊന്നുമില്ലാതെ ശാന്തമാണ്. ഇനി അവൾ പഴയതെല്ലാം ഓർത്തെടുക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാർ, എനിക്ക് തോന്നുന്നത് വെച്ച് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെയാണ്. താൻ എന്താ ദത്ത ഇങ്ങനെ പറയുന്നേ? അവൾ തന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇയാളെ കണ്ടിട്ട് അറിയാത്തതുപോലെ ചോദിച്ചേ? ശിവറാം ദീക്ഷിതിനെ നോക്കി ദത്തനോട് ചോദിച്ചു. അത് തന്നെയാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും അവൾക്ക് ഞങ്ങളെ അറിയാം, അതെനിക്ക് ഉറപ്പാ. കാരണം അവൾ ഉണർന്നതേ ദത്തായിട്ട് എന്ന് വിളിച്ച് കരഞ്ഞാണ് ദച്ചു എഴുന്നേറ്റത്. പിന്നെ അവളെ കാണാൻ ഞങ്ങൾ വരുമ്പോൾ അവളുടെ കണ്ണിൽ അപരിചിതമല്ല, എന്തോ ഒളിക്കാനുള്ള പേടിയാണ് കണ്ടത്. അവൾ എന്തിനാണ് നിങ്ങളെ പേടിക്കുന്നേ? ശിവറാം സംശയത്തോടെ ചോദിച്ചു. അത് തന്നെയാണ് ഞങ്ങൾക്കും അറിയാത്തത്. അവൾ ഈ നാട്ടിൽ എങ്ങനെ എത്തിയെന്നും എന്തിനാണ് അവൾ ഇവിടെ വന്നതെന്നും എന്നൊക്കെ അറിഞ്ഞാലേ അവൾ എന്തിനാണ് ഞങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നതെന്ന് അറിയാൻ പറ്റും. എല്ലാം കണ്ടെത്തണം. അവൾ സാറിനോട് എന്തെങ്കിലും അതിനെപ്പറ്റി വല്ലതും പറയുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഞാനിപ്പോൾ സാറിനെ കാണാൻ വന്നത് തന്നെ ഇപ്പോൾ അത്യാവശ്യമായി ഞങ്ങൾക്ക് എറണാകുളം വരെ പോകണം. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. 1-2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരൂ. എനിക്കറിയാം ദച്ചുവിനെ നിങ്ങളെ സ്വന്തം മോളെ പോലെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ചാണ് പോകുന്നത്. അവൾ ഞങ്ങളെക്കുറിച്ച് സാറിനോട് പലതും പറഞ്ഞാൽ തന്നെ എന്നെ അറിയിക്കണേ. എന്നാ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങുവാം. ദത്ത, ഇപ്പൊ തന്നെ പോണോ? ഇപ്പോൾ ഒത്തിരി ഇരട്ടി. ഇനി അവിടെ എത്തണമെങ്കിൽ വെളുപ്പിനെയാകും. ഇന്ന് തന്നെ തിരിക്കണം സാർ. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അത്യാവശ്യമായതുകൊണ്ടാ. എങ്കിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകും ദത്ത. അത്രയും ദൂരം പോകണ്ടേ? ഈ സമയം വണ്ടി കിട്ടാൻ പാടാണ്. ശിവറാം അതും പറഞ്ഞ് ദത്തിന് നേരെ വണ്ടിയുടെ ചാവി നീട്ടി. അത് സാരമില്ല സാർ, ഞങ്ങൾ ടാക്സി പിടിച്ചു പോയിക്കോളാം. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിൽ പോകണ്ടേ? അത് ഞാൻ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞോളാം. അയാൾ വണ്ടി കൊണ്ടുവന്ന് നാളെ വന്നോളും. എന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് പോകും. അത്യാവശ്യമല്ലേ, വൈകിക്കണ്ട. വേഗം ഇറങ്ങിക്കോ. ഇവിടുത്തെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ദത്തനെ വിളിച്ചറിയിക്കാം എന്നും പറഞ്ഞ് ശിവറാം തന്റെ കാറിന്റെ ചാവി ദത്തനെ നിർബന്ധിച്ചേൽപ്പിച്ചു. ദത്തനും ദീക്ഷിതും യാത്ര പറഞ്ഞ് അതിനുശേഷം ദക്ഷ കിടക്കുന്ന മുറിയിലേക്ക് അവർ കയറി. കണ്ണടച്ച് മയക്കത്തിൽ കിടക്കുന്ന തന്റെ ദച്ചുവിനെ ദത്തൻ അടുത്ത് ചെന്ന് നോക്കി. അവളെ തലയിൽ തലോടി. അവളെ നെറ്റിയിൽ തന്റെ കരുതലിന്റെ അടയാളം പോലെ അവൻ തന്റെ ചുണ്ടുകൾ പതിയെ ചേർത്തു. ദീക്ഷിത് തന്റെ കുഞ്ഞനുജത്തെ വാത്സല്യത്തോടെ നോക്കി. ഒരേട്ടന്റെ വാത്സല്യത്തോടെ അവളുടെ കവളിൽ പതിയെ തഴുകി. അവർ രണ്ടുപേരും അവളെ ഒന്നുകൂടെ നോക്കി മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. ശിവറാമിനോടും ഒന്നുകൂടി യാത്ര പറഞ്ഞു വണ്ടിയെടുത്ത് യാത്ര തിരിച്ചു. തന്റെ പ്രിയപ്പെട്ടവന്റെയും സഹോദരന്റെയും സാമീപ്യം പറഞ്ഞ് ദച്ചുവിന്റെ അടഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവളെ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങി. ആരോടും മിണ്ടാതെ ക്ലാസ് മുറിയിൽ ഒതുങ്ങിക്കൂടിയ ഒരു 8 വയസ്സുകാരൻ. അങ്ങനെയാണ് ആദ്യമായി അവനെ കാണുന്നത്. ഒരു ആക്സിഡന്റിൽ അച്ഛനെയും അമ്മയും ജീവനെ പോലെ അവൻ കൊണ്ടു നടന്ന അനുജത്തെയും നഷ്ടപ്പെട്ടപ്പോൾ തളർന്നു പോയവൻ പിന്നെ മൗനത്തെ കൂട്ടുപിടിച്ചു. അവനിലെ സൗഹൃദത്തിന്റെ മധുരം അനുഭവിക്കാൻ കാരണം തന്നെ ദച്ചുവാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ച് വീഴാൻ പോയ ദച്ചുവിനെ തങ്ങളെക്കാൾ മുൻപേ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു നിന്ന അവനിലെ സഹോദരനെ ദച്ചു അന്നു മുതൽ സ്വന്തമാക്കിയപ്പോൾ അവളുടെ കൂടെയുള്ള ഞങ്ങൾ അവനിലെ സുഹൃത്തിനെ സ്വന്തമാക്കി. അതായിരുന്നു ആദ്യമായുള്ള സ്നേഹബന്ധത്തിന്റെ തുടക്കം. എന്നും കൂട്ടുകൂട്ടാനും എല്ലാം തുറന്നു പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള ഒരു സൗഹൃദം. എന്നും തെറ്റുകൾ മാത്രം ചെയ്തു. കോളേജിലെ കുട്ടികളെ വഴി തെറ്റിച്ചും കഞ്ചാവ് കൊടുത്ത് നശിപ്പിക്കാൻ നോക്കിയ വിഷ്ണുവിന് എതിരെ പരാതി കൊടുത്ത കോളേജിലെ ത്രിമൂർത്തികൾ അങ്ങനെ അവന്റെ ശത്രുക്കളായി. എന്ന് ശാന്തമായി നടക്കുന്ന ആദ്യ ദേഷ്യപ്പെടുന്നത് ഒറ്റ കാര്യത്തിന് മാത്രമാണ്. തന്റെ കുഞ്ഞിപ്പെങ്ങളായ ദച്ചുവിനെ ആരെങ്കിലും കരയിച്ചാൽ. ദച്ചുവിനെ നാട്ടിൽ നിന്നും കാണാതായ അന്ന് തൊട്ടാണ് ആദിയെയും കാണാതായത്. ആ കാര്യം പറഞ്ഞ അമ്മാവൻ തന്നെയാണ് സഹോദരങ്ങളായി ജീവിച്ച ആദിയെയും ദച്ചുവിനെയും കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത്. ആദിയുടെ അപകടത്തിന് പിന്നിലുള്ളതുപോലെ ഇനി ദച്ചുവിന്റെ ആക്സിഡന്റിന് പിന്നിലും വിഷ്ണുവാണോ? ചിന്തകളിലൂടെ യാത്ര ചെയ്യുകയാണ് ദത്ത. ഹോസ്പിറ്റലിലെത്തി. വണ്ടി നിർത്തിയിട്ടും ഇറങ്ങാതെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ദത്തനെ ദീക്ഷിത് തട്ടി വിളിച്ചു. ആ ദീക്ഷിത്. ദത്തൻ ഞെട്ടി തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഡോക്ടർ ആദിയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ആദിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇറങ്ങി വന്ന ഡോക്ടറിനോട് ദത്തൻ വെപ്രാളത്തോട് ചോദിച്ചു. ഓപ്പറേഷൻ സക്സസ് ആണ്. പക്ഷെ നട്ടലിന് പറ്റിയ ഇഞ്ചുറി അല്ലേ, നടന്നു തുടങ്ങാൻ സമയമെടുക്കും. ചിലപ്പോൾ മാസങ്ങളാകാം, വർഷങ്ങളാകാം. ആദിയുടെ ആത്മവിശ്വാസവും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആദ്യം എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ഡോക്ടറിന്റെ വാക്കുകൾ ദത്തന്റെയും ദീക്ഷിതിന്റെയും മനസ്സിൽ ആശ്വാസം നിറച്ചു. ഡോക്ടർ, ആദ്യം ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. ഇന്ന് വൈകിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ റൂമിൽ മാറ്റും. അപ്പോഴേ കാണാൻ പറ്റും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ കാണിച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഡോക്ടർ പറഞ്ഞു. ഓക്കെ ഡോക്ടർ. ഹലോ രാജീവേ, എവിടെ അപ്പാനെ കൊണ്ടിട്ടിരിക്കുന്നത്? ഞാൻ ഉടനെ വരും അങ്ങോട്ട്. അവനെ കണ്ട് കണക്ക് തീർത്തില്ലെങ്കിൽ പിന്നെ ഈ ദത്തിന് സമാധാനമാകില്ല. കോളേജ് ജംഗ്ഷന്റെ അടുത്തുള്ള പമ്പിന്റെ പുറകിലെ ഗോഡൌണിലുണ്ട് ഞങ്ങൾ. അവനെ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടിരിക്കുക. അവന്റെ കൂടെയുള്ളവന്മാരെയും പൊക്കിയിട്ടുണ്ട്. അവനിട്ട് ശരിക്ക് കൊടുത്തു. പക്ഷെ കൊന്നേക്കല്ലേ. അവനോട് ചില കണക്കുകൾ എനിക്ക് തീർക്കാനുണ്ട്. അവനെ തീർക്കില്ല. ഞാൻ നമ്മുടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് അവനെ തീർക്കരുതെന്ന്. പിന്നെ ആദി സാറിന് എങ്ങനെയുണ്ട്? അതിപ്പോ ഓപ്പറേഷൻ സക്സസ് ആണ്. വൈകിട്ട് അവനെ കാണാൻ പറ്റും. പക്ഷെ പഴയതുപോലെ ആകണമെങ്കിൽ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടി വരുമെന്നാണ് പറയുന്നത്, ദത്തൻ വിഷമത്തോടെ പറഞ്ഞു. എല്ലാം വേഗം ശരിയാകുമെന്നേ. ആദി സാറിനെ ഇങ്ങനെ ആക്കിയ അവനും അറിയണം ഈ വേദന, രാജീവ് ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, എന്റെ ആദ്യം വൈകിട്ട് കാണാൻ വരുന്നതിന് മുൻപ് തന്നെ ആ പന്നം മോനെ എനിക്ക് ശരിയാക്കണം. രാജീവ്, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുക. കണക്കുകൾ തീർത്തിട്ട് വേണം എനിക്ക് എന്റെ ആദ്യം കാണാൻ, ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ശരീരത്തിൽ പ്രഹരം ഏൽക്കുമ്പോൾ താങ്ങാനാവാതെ വിഷ്ണു നിലവിളിച്ച് കരഞ്ഞു. അതൊക്കെ നീ ഉടനെ അറിയും. നിനക്കുള്ള സമ്മാനം ഉടനെ എത്തും. നിങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ, പിന്നെ എന്നെ എന്തിനാ നോവിക്കുന്നേ? വിഷ്ണു നിലവിളിച്ചു. നിനക്ക് ഞങ്ങളെ അറിയില്ലടാ മോനെ. പിന്നിൽ ഉയർന്ന ശബ്ദം കേട്ട് അടികൊണ്ട് അവശനായി വിഷ്ണു ആ അവശതയിലും ഒന്ന് ഞരങ്ങിക്കൊണ്ട് തല തിരിച്ചു നോക്കി. അവിടെ ക്രൂരമായി തന്നെ നോക്കി നിൽക്കുന്ന ദത്തനെയും ദീക്ഷിതിനെയും കണ്ടപ്പോൾ വിഷ്ണു ഒന്ന് പതറിയെങ്കിലും പിന്നെ ഒരു വിജയിച്ചിരി ചിരിച്ചു. അപ്പോ നീ ആയിരുന്നുവല്ലേ ഇതിന്റെ പിന്നിൽ? അവശ നിലയിലും വിഷ്ണു ദത്തന് നേരെ ശൗര്യത്തോടെ പറഞ്ഞു. അതെടാ മോനെ, ഞാൻ തന്നെയാ നിന്നെ കുടുക്കിയതിന് പിന്നിൽ. എന്റെ ആദ്യം ഈ പരുവമാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, ദത്തൻ ദേഷ്യത്തോടെ അലറി. എടാ, നീയൊക്കെ ഞങ്ങളുടെ ആദ്യം കൊല്ലാക്കൊല ചെയ്തിട്ട് നാട്ടിൽ നാവിന് ഇരില്ലാത്ത നിന്റെ തന്തയും പെങ്ങളും എന്റെ പെങ്ങളെയും ആദ്യം കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞത്. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ദീക്ഷിത് വിഷ്ണുവിന് നേരെ പാഞ്ഞതും അതിനു മുൻപേ ദത്തന്റെ കാലുകൾ വിഷ്ണുവിന്റെ നെഞ്ചിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു. അമ്മേ, വിഷ്ണു വേദന കൊണ്ടലറി. അമ്മയോ? നീയൊക്കെ അതൊക്കെ ഓർക്കാറുണ്ടോ? നിന്റെ അമ്മയെ കുറിച്ച് ഓർത്താ നീ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മയൊക്കെ ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചത്. പക്ഷേ ഇനി നിന്നെ വെറുതെ വിടില്ല. നീ ആദിക്ക് കൊടുത്ത വേദന നീയും അറിയും എന്നും പറഞ്ഞ് ദത്തൻ വിഷ്ണുവിന്റെ നാവി നോക്കി ഒന്ന് ആഞ്ഞു ചവിട്ടി. വേദന കൊണ്ട് അലറുമ്പോഴും അവൻ ദത്തനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ നിന്റെ ആദിയെ രക്ഷിച്ചു കാണും, പക്ഷേ അവളെയോ? നിന്റെ ദച്ചുവിനെ? പരിഹാസത്തോടെ വിഷ്ണു പറഞ്ഞു. ദച്ചുവിനെ? ദത്തൻ ഒരു നിമിഷം ഒന്ന് തറഞ്ഞു നിന്നും. അതെടാ, നിന്റെ ദച്ചു. അവളെ ഞാനാടാ തീർത്തത്. എനിക്ക് കിട്ടാത്തതൊന്നും നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ലടാ, വിഷ്ണു ആക്രോശിച്ചു. എടാ, നിന്നെ ഞാൻ എന്ന് വിളിച്ച് അവന്റെ നേരെ കാലുയർത്തി തൊഴിക്കാൻ പോയ ദത്തനെ ദീക്ഷിത് പിടിച്ചു വെച്ചു. എടാ, എന്നെ നീ കൊന്നാലും എനിക്കൊന്നുമില്ല, കാരണം ഞാൻ എന്തായാലും ജയിച്ചു. ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച നിന്റെ ദച്ചുവിനെ നിനക്ക് ഞാൻ വിട്ടു തന്നില്ല. ഇല്ലാത്ത ജാതകദോഷം പറഞ്ഞ് നിനക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും നിന്നവളെ നിന്നിൽ നിന്നും അകറ്റി നാട്ടിൽ നിന്നും ഓടിക്കാനും അതുപോലെ അവളെ തീർക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്റെ വിജയമാണ് എന്ന് പറഞ്ഞ് വേദന കൊണ്ട മുഖം ചുളുങ്ങുമ്പോഴും അവൻ ആർത്ത് ചിരിച്ചു. എന്നാൽ വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ദത്തൻ ആകെ തകർന്നു പോയി. ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞാണ് ദച്ചു നാട് വിട്ടു പോകാൻ കാരണമെന്ന അറിവ് ദത്തനിൽ ഞെട്ടലുണ്ടാക്കി. എന്നാൽ ദീക്ഷിത് ശ്രദ്ധിച്ചത് ഞങ്ങൾക്കെന്ന് വിഷ്ണുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കായിരുന്നു. ഞങ്ങളോ? അപ്പോ നിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നോ ഇതിനൊക്കെ പിന്നിൽ? ദീക്ഷിത് ദേഷ്യത്തോടെ ചോദിച്ചു. അതേടാ, എൻ്റെ കൂടെ വേറെയും ആൾക്കാരുണ്ട്. അതിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ അമ്മയുമുണ്ട്, എൻ്റെ അപ്പച്ചി. അവർക്ക് പക്ഷേ നിന്റെ ജാതകദോഷം ഞങ്ങൾ മേൽപ്പത്തൂരിനെയും കൊണ്ടുണ്ടാക്കിയ കള്ളമാണെന്ന് അറിയില്ല. അവരവരുടെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ നിന്നു. പക്ഷേ അവളെ ഞാൻ തട്ടിയ കാര്യമൊന്നും അവർക്കും അറിയില്ല. ഒരു പുറ്റച്ചീരിയോടെ ദത്തനെ നോക്കി വിഷ്ണു പറഞ്ഞു. അവനിൽ നിന്ന് കേട്ട വാക്കുകൾ ദത്തന്റെ മനസ്സിൽ തീച്ചൂള പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ ദച്ചുട്ടിയെ. ദത്തന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ തന്നിൽ നിന്നും അകറ്റിയതും അവളെ കൊല്ലാനായി കൂട്ടുനിന്നതും ഒക്കെയും ചെയ്തിട്ട് താൻ ദച്ചുവിനെ ഓർത്തുള്ള നീർക്കറിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് അപവാദം പറഞ്ഞ സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്ത് അവൻ തന്നെ സ്വയം പുച്ഛം തോന്നി. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും സ്നേഹിച്ചതുമായ തൻ്റെ അമ്മ തന്നെ പറ്റിച്ചു എന്ന തിരിച്ചറിവ് ദത്തനെ വല്ലാതെ തളർത്തി. ഇതെല്ലാം കേട്ട് ദീക്ഷിതിന് അവന്റെ ദേഷ്യം മടക്കാനാവാതെ വിഷ്ണുവിനെ തന്റെ സർവ്വശക്തിയും എടുത്ത് ദീക്ഷിത് ആഞ്ഞു തൊഴിച്ചു. വിഷ്ണു വേദന കൊണ്ട് അലറി.
ഒരു നിമിഷം ദത്തൻ തന്നെ സ്വന്തം അമ്മയാണ് തൻ്റെ പ്രിയപ്പെട്ടവളെ തനിക്ക് നഷ്ടപ്പെടാൻ കാണുമെന്ന ചിന്ത മനസ്സിൽ കടന്നു വന്നതും ദത്തൻ കണ്ണുകൾ ദേഷ്യത്താലും വിഷമത്താലും കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ദേഷ്യത്താലും വിഷമത്താലും ചുവന്ന കലങ്ങിയ കണ്ണുകളാൽ പകയോടെ ദത്തൻ വിഷ്ണുവിനെ നോക്കി. അവന് നേരെ പാഞ്ഞു ചെന്ന് തൻ്റെ 2 കൈകളും കൊണ്ട് നിലത്ത് വേദന കൊണ്ട് ഒരു പുഴുവിനെ പോലെ പുളയുന്ന വിഷ്ണുവിനെ പോക്കിയെടുത്ത് അവന് തന്റെ സർവ്വശക്തിയും എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. ആ വീശിൽ വിഷ്ണുവിന്റെ രോദനം ഉയർന്നു. വേദന കൊണ്ട് അവൻ പൊളഞ്ഞു. രാജീവേ, ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കരുത്. ഇവൻ ഇഴയണം, ഇഴഞ്ഞു ജീവിക്കണം. മരണം ഇവനെ പോലെയുള്ളവന് ചെറിയ ശിക്ഷയാണ്. ഇവൻ ഇഴയട്ടെ. ഇനി ഇവൻ എഴുന്നേറ്റ് നിൽക്കരുത്. ഇവനെ ആ പരുവത്തിലാകണം. ദത്തൻ ഊർജ്ജ ശബ്ദത്തിൽ പറഞ്ഞു. മോളെ വാ, ആഹാരം കഴിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണല്ലോ. എഴുന്നേറ്റ് വാ മോളെ. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ശിവന്യയുടെ സംസാരത്തിൽ തന്നോട് നേരത്തെ ഉണ്ടായിരുന്ന ആ അഴപ്പം ഇല്ലാതായി ശിവറാമിന് തോന്നി. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ അച്ഛൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്ന ശിവന് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ദത്തന്റെ മുൻപിൽ അല്ലാതെ പിന്നെ അച്ഛന് വിളിച്ചിട്ടില്ല എന്ന് ശിവറാം വേദനയോടെ ഓർത്തു. ആ സമയം ശിവറാമിന്റെ മനസ്സിലും കടന്നു വന്നു ദത്തൻ പറഞ്ഞ വാക്കുകൾ. അവൾക്ക് ഓർമ്മ വന്നതാണ് സാറ് എനിക്കിന്ന് തോന്നുന്നത്. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവനെയും തന്നെ സ്നേഹം കൊണ്ട് മൂടിയ ഏട്ടന്റെയും മുൻപിൽ എങ്ങനെ ശിവന്യയെ പിടിച്ചു നിൽക്കുമെന്ന ചിന്തയിലായിരുന്നു ദക്ഷ.